ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. സോ ഏറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ കാളിദാസ് ജയറാമും പിന്നെ ആശാ ശരത്തും കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ആശകൾ 1000 എന്നൊരു സിനിമ റിലീസായിരിക്കുകയാണ്. സോ സിനിമയിലെ ഒരു മൊത്തത്തിലുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ഈ ഒരു ആശകൾ 1000 എന്നുള്ളൊരു സിനിമ. ജി പ്രജിത്താണ് ഇതിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ മെയിനായിട്ടുള്ള സ്റ്റോറി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ ഭാവിയിൽ ഒരു നടനാകണം നടിയാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പിന്നെ ഈ നമ്മൾ ചാൻസ് വെച്ചിട്ട് ചാൻസ് കിട്ടാതിരിക്കുക, പിന്നെ ഓഡിഷൻസിനൊക്കെ പോയിട്ട് റിജക്റ്റ് ആയിട്ട് ഭാവിയിൽ ഒരു നടനാവണം എന്നാൽ നടനാവാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ പേരുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. അപ്പോൾ അവർക്കൊക്കെ മെയിനായിട്ട് എന്താ പറയുക, വർക്കാവുന്നൊരു പടം കൂടിയാണ് ഈ ഒരു പടം. പിന്നെ കൂടുതൽ അവർക്ക് ഇഷ്ടം ആവുന്നൊരു പടം കൂടിയാണിത്. അവർക്കൊക്കെ തന്നെ മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടുള്ളൊരു പടമാണ് ഈ ഒരു ആശകൾ ആയിരുന്നുള്ള സിനിമ. അപ്പോൾ ഈ സിനിമയിൽ തന്നെ എടുത്തു കാണിക്കുന്നുണ്ട്, അതായത് ഒരു നടൻ ആകുമ്പോൾ, അതായത് ഭാവിയിൽ നമ്മളൊരു നടിയോ നടനാകുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടണം. അതിപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയാലും സാമ്പത്തികപരമായിട്ടായാലും എന്തെല്ലാം ഇഷ്യൂസ് നമ്മൾ നേരിട്ടിട്ടാണ്, എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഒക്കെ ആവുന്നത് എന്നുള്ളത് ഈ സിനിമയിൽ എടുത്ത് തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ബേസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ കാളിദാസ് ജയറാം എന്ന് പറയുന്നത് അയാളുടെ ഒരു കഥാപാത്രം തന്നെ എന്താ പറയുക, ഒരു സിനിമയിൽ ഭാവിയിൽ നടനാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ അയാൾ ഒരു റിയൽ വെബ് സീരീസൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സിനിമയിൽ. അപ്പോൾ അതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചാൻസ് ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് എന്താ പറയുക, ഈ കാളിദാസ് ജയറാമും പിന്നെ ആശുചാരത്ത് അവർ താമസിക്കുന്ന അവിടെ ഷൂട്ടിംഗ് വരാണ്, ഒരു സിനിമ ഷൂട്ടിംഗ് കാര്യങ്ങൾ വരാണ്. അപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജയറാമിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ റെപ്പറായിട്ടാണ് കഥാപാത്രം. അപ്പോൾ ആൾക്കാണ്, അതായത് ജയറാമിനാണ് ഈ ഒരു എന്താ പറയുക, അവരുടെ വീടിൻ്റെ അവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിൽ ഒരു മൂവിയുടെ ഷൂട്ടിങ്ങിൽ ജയറാമിന് അപ്രതീക്ഷിതമായിട്ട് ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കാളിദാസ് ജയറാമാണ് കുറേ അന്വേഷിച്ച് നടന്ന അവസരങ്ങൾ കിട്ടാണ്ട് കുറേ അന്വേഷിച്ച്, അതായത് ഭാവിയിൽ നടനാവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തി വന്നത് കാളിദാസ് ആണെങ്കിലും അതായത് കാളിദാസിൻ്റെ അച്ഛനാണ് സ്വാഭാവികമായിട്ട് റോള് കിട്ടുന്നത്, മെയിനായിട്ട് റോള്, അതായത് അത്യാവശ്യം നല്ലൊരു വേഷം ആ ഒരു സിനിമയിൽ കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, ഒരു ജയറാമിൻ്റെ കഥാപാത്രം വളരെയധികം സ്റ്റാറായി, അത്യാവശ്യം ഫേമസൊക്കെ ആയി, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അപ്പോൾ കാളിദാസൻ സ്വാഭാവികമായിട്ടും അസൂയും കോംപ്ലക്സും ഞങ്ങൾ വന്നു, അതായത് മോൻ സ്റ്റാറാൻ ജനിച്ച അവസാനം അപ്പനാണ് സ്റ്റാറായത്. അങ്ങനെ കുറേ അസൂയും കാര്യങ്ങളൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും എന്താ പറയുക, ഇത്ര കുറേ കഷ്ടപ്പെട്ടിട്ടും കാളിദാസൻ ഒരു സിനിമയിൽ മുഖം പോലും കാണിച്ചിട്ടില്ല. പക്ഷേ അത് ജയറാമാണെങ്കിൽ മുഖം കാണിച്ചു എന്ന രീതിയിലുള്ള കോംപ്ലക്സും വർക്കുകളൊക്കെ മെയിനായിട്ട് ഫസ്റ്റ് ഹാഫിൽ വരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഈ ഇമോഷൻസ്, അതായത് ഇപ്പോൾ കാളിദാസിന് അവസാനം ഒരു സിനിമയിൽ സെലക്ട് ആയിട്ട് അവസാനം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് സിനിമയിൽ നമ്മൾ ഇതുപോലെ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവസാനം പല കാരണങ്ങളാൽ ആ ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ ആ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഇമോഷൻസൊക്കെ മെയിനായിട്ട് സെക്കൻഡ് ഹാഫിലും വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാരഫുദ്ദീൻ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ഷാരഫുദ്ദീൻ എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയിലെ ആൾ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആക്ടറാണ്. അപ്പോൾ ആൾ പറയുന്നത് ഇത്തിരി ജാടിയും അത്യാവശ്യം ഇതൊക്കെ ജാടി അഹങ്കാരമുള്ള ഒരു ആക്ടറാണ് ഷാരഫുദ്ദീൻ്റെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ. സോ ഈ ഷാരഫുദ്ദീൻ എന്താ പറയുന്നത്, ആളോട് ഈ ആശശരത്ത് ക്ലൈമാക്സ് സമയത്ത് ഒരു നല്ലൊരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് നല്ലൊരു അടിപൊളി ഡയലോഗ് ആയിരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സിനിമയിലെ ഒരു ടേലൻറ്റ്, ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഭാവിയിൽ നമ്മളൊരു നടിയാകുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടാണ് ഒരു നടി ആവുന്നത്, അതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതാണ് മെയിനായിട്ട് സിനിമയിൽ. ഇപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴത്ത് കമൻറ്റിൽ പറയാം. അപ്പോൾ അടുത്തൊരു സിനിമ റിവ്യൂ വരെയായിരിക്കും. ഗുഡ് ബൈ.